അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീക്ക് നമുക്ക് ഒരു മാരേജ് ഉണ്ടായിന് കേട്ടോ. ഒന്നല്ല 2 മാരേജ് ഉണ്ടായിന്. അപ്പോൾ ഇതാ അവിടത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ കൂടെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഉമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണ് കേട്ടോ ഫംഗ്ഷൻ ഉള്ളത്. ഫസ്റ്റ് കല്യാണം എന്ന് പറയുന്നത് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത് കല്യാണം വരുന്നത് കുറച്ച് ലോങ് ആണ്. അത് നൈറ്റാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂനേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനിതാ നല്ല അൽസയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ടൈം അവിടെ പാട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ അത് കേട്ടിരുന്നു. നല്ല അടിപൊളി കൈമുട്ടിപ്പാട്ടേനു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഈ ഒരു ഐറ്റം മതി കേട്ടോ നമ്മളെ കണ്ണൂർക്കാരെ കൈമുട്ടിപ്പാട്ട്. എൻ്റെ ഉപ്പ ഈ ഫീൽഡിലായോണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. കേട്ടിരുന്നു മാത്രമല്ല 2 സ്റ്റെപ്പൊക്കെ ഇടാന്നൊക്കെ തോന്നും. പക്ഷെ എന്താ ചെയ്യുക, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പിന്നെ നമ്മളെ വീട്ടിലല്ലല്ലോ കല്യാണം. നമ്മളെ വീട്ടിലായിട്ടാണെങ്കിൽ 2 വീടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അത്രക്കും ഡാൻസും കാര്യങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അടുത്ത മാരേജ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അമ്മായിൻ്റെ വീട്ടിൽ സ്പെൻഡ് ആക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ അമ്മായിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മായിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കുലച്ച മുന്തിരികൾ നമുക്ക് കാണിച്ചു തരുന്നു കേട്ടോ. എന്താണല്ലേ, അങ്ങനെ നല്ല സൗന്ദര്യമുള്ള മുന്തിരികൾ, മാഷാഅല്ലാ. അങ്ങനെ അവിടെ കുറേ ടൈം അതിൽ നോക്കിയിരുന്ന് അപ്പോഴത്തേക്ക് ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടാ. അപ്പോൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വേഗം ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലം കണ്ടുകൊണ്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന അടിപൊളി സ്ഥലങ്ങളും ഒക്കെ കണ്ടുവരുമ്പോഴാണ് കേട്ടോ അവിടെ തന്നെ കൃഷി ചെയ്തിട്ടുള്ള കുറേ പച്ചക്കറികൾ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് മാങ്ങയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. അപ്പം ഇതാരെന്നറിയോ, ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ. ഇതും ഒരു അനിയനാണ്. അങ്ങനെ അവർ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഐറ്റംസാണ് കേട്ടോ. അത് നല്ല ശുദ്ധമായ വിഷമൊന്നും ചേർക്കാത്തതായതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയൊരു സാധനമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സൈഡിലേക്ക് ഇനി വാങ്ങിയത്. അപ്പോൾ ഉമ്മ മാങ്ങയും അതൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുൾ ടൈം ഫോണിലാണ് വിട്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഉമ്മ ഇതാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിക്കിലേക്ക് വെച്ച് പിന്നെ ഇവൻ്റെ ഡയലോഗ് അടിയൊന്നും പറയണ്ട. അങ്ങനെ അടുത്ത സ്ഥലങ്ങളെല്ലാം കുറച്ച് സമയം ഇരുന്ന് അവിടുന്ന് മാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ പോയി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് ടൈമോ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ ചെക്കനും പെണ്ണൊക്കെ വന്ന് കുറച്ച് ലേറ്റായി കേട്ടോ. അങ്ങനെ ഇതാ ഒരു കോയിനെ കാണിച്ചിരുന്ന, ചെറിയ കോയൊന്നുമല്ല വലിയ കോയാണ് കണ്ട. ഈ ഏരിയയിൽ എൻ്റെ വില എനിക്കറിയില്ല. പലയിലെലി പലത്ത് കയറി പല കുലുക്കി പവള പൊങ്ങി. നീയാണോ? ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടായിരുക്കാൻ
ഈ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? പോയി ക്രിക്കറ്റ് കളിക്കാൻ പോടാ. കോയിനെ കണ്ടതെല്ലാം മതി. അങ്ങനെ കോയിനെ കണ്ടിരുന്നാൽ പോരാലോ, നമുക്ക് കല്യാണ വീട്ടിലെത്തണ്ടേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ ഫൈനലി കല്യാണ വീട്ടിലെത്താനായി കേട്ടാ. അങ്ങനെ ഇതാ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫങ്ഷനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. നൈറ്റാണ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ടായിട്ടില്ല. പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയും കൈമുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കുറച്ച് ടൈം നോക്കി ഇന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചേട്ടാ. മണൽക്കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികെ